എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഇനി അടുത്തത് പോകേണ്ടത് പൊന്നാനി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയായി മാറുകയാണ്. പി നന്ദകുമാർ CPM-ൽ നിന്ന് ശ്രീരാമകൃഷ്ണന് പകരം അവിടെ പി നന്ദകുമാർ, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചതും MLA ആയതും വീണ്ടും സ്പീക്കറായതും. അതിനുശേഷം അഡ്വക്കേറ്റ് AM രോഹിത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു. BDJS-ന്റെ സുബ്രഹ്മണ്യൻ ചുങ്കപ്പാലി NDA സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ശ്രീ നന്ദകുമാർ ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാവുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതെ, 15,640 വോട്ടുകൾക്കാണ് ശ്രീരാമകൃഷ്ണൻ അവിടെ ജയിച്ചത് കഴിഞ്ഞ തവണ. ഏതായാലും അതിന്റെ കണക്കുകൾ കൂടി നോക്കാം. പൊന്നാനിയിലേക്ക് വരുമ്പോൾ പൊന്നാനി നഗരസഭ ബൂത്തുകൾ ആ കണക്കിൽ തന്നെ നോക്കാം. പൊന്നാനി നഗരസഭ LDF-ന് മേൽക്കൈ, അവിടെ 58 ബൂത്തുകൾ. മാറഞ്ചേരി അവിടെയും LDF-ന് മേൽക്കൈ 22. ആലംകോടും LDF-ന് മേൽക്കൈ. നന്നമുക്ക് അവിടെയും LDF-ന് മേൽക്കൈ വരുന്നു. 104 മുതൽ 121 വരെ ബൂത്തുകൾ. പെരുമ്പടപ്പ് അവിടെ 124 മുതൽ 142 ബൂത്തുകളിൽ LDF-ന് മേൽക്കൈ. വെളിയങ്കോട് 19 ബൂത്തുകൾ വരുന്നുണ്ട്, അവിടെ UDF മേൽക്കൈ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോദനോടെ നമുക്ക് ഇതാണ് അതിന്റെ കണക്ക്, ഇതുവരെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്ക്. അതിൽ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അനുമോദനോട് ആദ്യം ചോദിക്കാനുള്ളത്, അനുമോദ് 6 ഇടങ്ങളിലും LDF-നാണ് മേൽക്കൈ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചിട്ട്. ഒരിടത്താണ് UDF. സ്വാഭാവികമായിട്ടും പിന്നെ എന്ത് ഘടകമാണ് UDF-ന്റെ വിജയപ്രതീക്ഷ നൽകുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതാണ് പൊന്നാനിയിൽ UDF-ന് വിജയപ്രതീക്ഷ നൽകുന്നതും ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം LDF-ലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് CPM പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിക്കെതിരെ തെരുവിലിറങ്ങിയത് പൊന്നാനിയാണ്. ആ പൊന്നാനിയിൽ തെരുവിലിറങ്ങിയതിൽ ഭൂരിഭാഗം പേരും തീരദേശ മേഖലയിൽപ്പെട്ടവരാണ്. അതായത് തീരദേശ പഞ്ചായത്തായ വെളിയങ്കോടും മാറഞ്ചേരിയും മുതലായ മേഖലയിൽപ്പെട്ടവരാണ്. അവരുടെ ആവശ്യം TM സിദ്ദിഖ്, വെളിയങ്കോടുകാരനാണ് അദ്ദേഹം, ജില്ലാ സെക്രട്ടറി മെമ്പറാണ്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം, TM സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആരെങ്കിലും ഈ മേഖലയിൽ നിന്നും പോൾ ചെയ്യാതെ, വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് ആശങ്കയുണ്ട്. കാരണം 4% പോളിംഗ് ശതമാനത്തിൽ കുറവും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഘടകമാണ് UDF-ന് പ്രതീക്ഷയും LDF-ന് അല്പം ആശങ്കയും നൽകുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ, അതായത് ഏറ്റവും അധികം LDF-ന് ലീഡ് ലഭിച്ച, ജില്ലയിൽ ഏറ്റവും ലീഡ് ലഭിച്ചത് പൊന്നാനിയാണ്. 9127 വോട്ടാണ് ആകെ ലീഡ്. അതിൽ തന്നെ ഏറ്റവും അധികം ലീഡുള്ളത് നഗരസഭയിലാണ്, 7000-ലധികം വോട്ട്. വെളിയങ്കോട് UDF ആണ് ഭരിക്കുന്നതെങ്കിലും അവിടെ 40 വോട്ട് മാത്രമാണ് UDF-ന് ലീഡായിട്ടുള്ളത്. അതുപോലെ തന്നെ ആലങ്കോട് അവിടെ LDF ആണ് ഭരിക്കുന്നതെങ്കിലും 435 വോട്ട് അധികം നേടിയത് UDF ആണ്. സ്വാഭാവികമായിട്ടും ഈ കണക്കുകളൊക്കെ ഇത്രയും ഒരു സ്ഥാനാർത്ഥി തർക്കവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ രംഗത്ത് വരുമ്പോൾ ഏറെ ശ്രദ്ധേയമാണ്. അതാണ് UDF-നെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ അസംതൃപ്തി പോലെ തന്നെ അവിടെ സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ തുടർന്ന് ഒരു പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. അതിലിപ്പോ അനുമോദനം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ നഗരസഭ 58ഓളം ബൂത്തുകളുള്ള നഗരസഭ, അവിടെ അനുമോദനം ഏകദേശം 4% അടുത്ത് കുറവ്, അല്ലേ? അത് ആ ഘടകങ്ങളൊക്കെ തന്നെയാണോ ഈ UDF-ന് എന്തെങ്കിലും സാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ നൽകുന്നത്? പിന്നെ അനുമോദ് പറഞ്ഞ പോലെ തന്നെ ഈ തീരമേഖല എന്ന് പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. അതിലപ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രായം വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു പ്രചാരണ സമയത്ത്. 35 വയസ്സുള്ള രോഹിതും 71 വയസ്സുള്ള നന്ദകുമാറും. നന്ദകുമാർ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം അർഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം ഏറെ വൈകി ലഭിച്ച ഒരു നേതാവാണ്. ഇടതുപക്ഷത്തിന് ഏറ്റവും ബഹുമാനമുള്ള നേതാവാണ്. പക്ഷേ രോഹിതാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായി മത്സരിച്ച് ജയിച്ച് അവിടെ പ്രവർത്തിച്ച ഒരാൾ. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ, ഒന്ന് പ്രായം, രണ്ട് സ്ഥാനാർത്ഥികളിൽ പ്രായം തമ്മിൽ അവിടെ വലിയൊരു കമ്പാരിസൺ നടന്നിട്ടുണ്ട്. രണ്ട്, നന്ദകുമാർ ഉന്നതനായ നേതാവാണെങ്കിൽ പോലും പൊന്നാനി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം വളരെ ചുരുക്കമായിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് രോഹിതാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ആ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഈ രണ്ട് ഘടകങ്ങൾ കൂടി വോട്ടർമാർ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് അനുകൂലമാകുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. പക്ഷേ ഇതൊന്നുമല്ല, കാരണം നമുക്ക് അനുമതി പറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് പൊന്നാനി നഗരസഭ, മാറഞ്ചേരി, ആലങ്കോട് ഇതെല്ലാം സ്വാഭാവികമായിട്ടും 58 ബൂത്തുകൾ, 22 ബൂത്തുകൾ, 23 ബൂത്തുകൾ, ഏതായാലും 100-ന് മുകളിൽ ബൂത്തുകൾ വരുന്ന ഇടം. അവിടെ എണ്ണുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിൽ അസംതൃപ്തി ഉണ്ട്, അല്ലെങ്കിൽ LDF-ന്റെ മാർജിനിൽ കുറവ് വരികയെങ്കിൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് UDF-ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം ആദ്യം എണ്ണി തുടങ്ങുന്നത് പൊന്നാനി നഗരസഭയിലാണ്. ആ നഗരസഭയിൽ തന്നെ സാധാരണഗതിയിൽ LDF നല്ലപോലെ ലീഡ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാന മേഖലയിലേക്കാണ് UDF-ന്റെ ഒരു സ്വാധീനം വരുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യം LDF നേടുന്ന ലീഡിൽ കുറവുണ്ടെങ്കിൽ
അത് UDF-നെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണെന്ന് പറയാം. മറ്റ് തീരദേശ മേഖലകളായിട്ട് വരുന്ന ഈ മാറഞ്ചേരി ആയിക്കോട്ടെ, പെരുമ്പടപ്പ് ആയിക്കോട്ടെ, അവിടേക്കൊക്കെ LDF-ന്റെ പോളിംഗ് ശതമാനം അവിടെ ശരാശരിയിൽ അല്ലെങ്കിൽ കരുതിയതിനേക്കാൾ കുറവാണ്. അത് ഈ ലീഡിലും കുറവ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF-ന് പ്രതീക്ഷ നൽകുന്ന വലിയൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, LDF-ന്റെ ഉറച്ച കോട്ടയാണ് എന്ന് പറയുമ്പോൾ പോലും മുൻകാല ചരിത്രങ്ങളിലൊക്കെ LDF-നെ മാത്രം പിന്തുണച്ച ഒരു രീതി പൊന്നാനി മണ്ഡലത്തിലില്ല. അവിടെ TK ഹംസയും ഹിമിജിക്കോയൊക്കെ പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ LDF-ന് ഉറച്ച അടിത്തറ ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും LDF-ന് അവകാശപ്പെട്ട ഒരു മണ്ഡലമാണെന്ന് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പറയാനാകില്ല. ഈ 3 കാര്യങ്ങളാണ് ഈ AM രോഹിത്തിന്റെ സ്ഥാനാർത്ഥം തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പവും അല്പം ഈ നന്ദകുമാറിന്റെ സ്ഥാനാർത്ഥവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതാണ് UDF-ന് കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഘടകം എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ അവിടെ UDF-ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷ നൽകുന്നുണ്ടോ, ഈ പ്രത്യേകിച്ചും ഈ പോളിംഗ് നടന്നതിന് ശേഷം? അത്തരത്തിൽ ഈ 2-3 ഘടകങ്ങൾക്കപ്പുറം അവിടെ LDF-ന് ആശങ്ക നൽകുന്ന ഒന്നുമില്ല, UDF-ന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമില്ല. മറ്റൊരു കാര്യം കൂടി ഇതിൽ LDF-ന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, LDF-ലെ ഈ സ്ഥാനാർത്ഥി തർക്കം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനം UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് LDF അവകാശപ്പെടുന്നത്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഈ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്ന പോളിംഗ് മിഷണറിയുടെ പ്രവർത്തനങ്ങൾ വരെ അത്തരത്തിലൊരു കോർഡിനേഷനും ചില അപാകതകളും ഉണ്ട് എന്നാണ് LDF പറയുന്നത്. ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിനെ മറികടന്ന് ഒരു മികച്ച വിജയം കഴിഞ്ഞ തവണ ശ്രീരാമകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷമൊന്നും ചിലപ്പോൾ കിട്ടിയേക്കില്ല, എങ്കിൽ പോലും മോശമല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുമെന്ന് കരുതുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. അതാണ് പ്രധാനപ്പെട്ട വിവരം. നമ്മളപ്പോൾ പൊന്നാനിയും ഒപ്പം കാസർഗോഡുമാണ് ഗോപി പ്രധാനമായും ചർച്ച ചെയ്തത്. പറഞ്ഞ കാര്യം കൂടി 2 കാസർഗോഡും ഒന്നുകൂടി ഏതായാലും പെട്ടെന്ന് ബ്രീഫ് ചെയ്തിട്ട് അടുത്തേക്ക് കിടക്കാം. കാസർഗോഡ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അസംതൃപ്തി, അത് വലിയ തോതിൽ ഒരു പോളിംഗ് ശതമാനം കുറച്ചതിന് എന്നെ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചതിൽ വലിയ കാരണമായെന്നും അത് ഒരു പക്ഷേ കെ ശ്രീകാന്തിന്റെ BJP-യുടെ സാധ്യത കൂട്ടി എന്നും പറയുന്ന എന്നാണ് നേരത്തെ ബൈജു പറഞ്ഞു വെച്ചത്. എത്രത്തോളം നടക്കും? അവർ മറുവശത്തിന്റെ അവകാശവാദ സമയം BJP-യുടെ വോട്ടുകൾ ആ തരത്തിൽ പോൾ ചെയ്യപ്പെട്ടില്ല, അത് വലിയ തോതിൽ എന്നെ നിൽക്കുന്നതിന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു വെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണേണ്ടി വരും ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ബൂത്തുകൾ അവരുടെ കണക്കുകളാണിത്. മകരാൽപത്തൂർ 17 ബൂത്ത്, മധൂർ 30 ബൂത്ത്, അവിടെ BJP-ക്കാണ് മുൻതൂക്കമുള്ളത്. ബദിയെടുക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചെങ്കള, കാസർഗോഡ് നഗരം അത് ആണ് ഏതാണ്ട് ഒരുപോലെയാണ് ഈ ബൂത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുവരുടെ സാധ്യതകൾ. പക്ഷേ മറ്റു പല ഫാക്ടേഴ്സും അവിടെ ആ തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു CPM-ന്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും, ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള വളരെ പ്രത്യേകതയായി കാണേണ്ടതുമാണ്. ഏതായാലും ഈ പറയുന്ന പോലെ 7ാമത്തെ റൗണ്ട് വരെ നിൽക്കണം കാസർഗോഡിന്റെ ഏകദേശം ഒരു ചിത്രം വ്യക്തമാവാൻ എന്നുള്ളത്. പൊന്നാനിലേക്ക് നമ്മൾ തന്നെ പൊന്നാനി എല്ലാ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള ഇടം. പക്ഷേ അപ്പോഴും ഇപ്പോൾ അനുമോദ് പറഞ്ഞ പോലെ 2-3 ഫാക്ടർ, ഒന്ന് തീരമേഖല എന്നുള്ളത്, മറ്റേത് സിദ്ദിഖിന്റെ ഒരു ഫാക്ടർ അതുണ്ടായോ എന്നുള്ളതൊക്കെ നാളെ നമുക്ക് കാണാനിരിക്കുന്നു. ഏതായാലും നിലവിൽ LDF-ന് ഒരു പരിധിവരെ സേഫ് എന്ന് പറയുന്നു. പക്ഷേ ഈ 3 ഫാക്ടറുകൾ ഒരു പക്ഷേ UDF-ന് പ്രതീക്ഷ നൽകുന്നു. പൊന്നാനിയുടെ കാര്യത്തിൽ അത്രയും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊന്നും അവർക്ക് പ്രതീക്ഷിക്കാനില്ല, ഈ 3 കാര്യങ്ങൾ മാത്രം നടന്നു. ഇപ്പോഴും കണക്കുകൾ വെച്ചുള്ള വിലയിരുത്തൽ മാത്രമാണ് നമ്മൾ നടക്കുന്നത്. യഥാർത്ഥ വിലയിരുത്തൽ നാളെ വരാനിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി പാർട്ടികൾ എങ്ങനെയാണോ ആലോചിക്കുന്നത് ആലോചന വഴികൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.